നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 13, 2025 വ്യാഴം. അങ്ങനെ ഇന്നൊരു റോളർ കോസ്റ്റർ റൈഡിനു ശേഷം നേരിയ നേട്ടത്തോടു കൂടിയിട്ടാണെങ്കിലും തുടർച്ചയായി നാലാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. ഒത്തിരിയേറെ ഘടകങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുവാൻ കാരണമായപ്പോൾ മറ്റു ചില കാരണങ്ങൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുവാനും കാരണമായി മാറുകയുണ്ടായി. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. 25,808 എന്ന ലെവലിൽ ഇന്ന് നിഫ്റ്റിക്ക് സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് കീ ലെവലായ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ കഴിഞ്ഞ മാസം ഒക്ടോബർ 28 ശേഷം ഇന്ന് നിഫ്റ്റിക്ക് വീണ്ടും മറികടക്കുവാൻ സാധിച്ചെങ്കിലും 26,010 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിനെ തുടർന്ന് 3.35 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,879 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നപ്പോൾ സെൻസെക്സിന് 12 പോയിന്റുകളുടെ നേട്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 107 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അതേസമയം ഫിൻ നിഫ്റ്റിക്ക് 58 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കാനായി. എന്നാൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്ന് പുതിയ 52 വീക്ക് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് അവയൊക്കെ ചോർന്നു പോയതിനെ തുടർന്ന് NSEയിലാകെ 1,255 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1,581 കമ്പനികൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും ഇന്ന് നേരിയ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഏഷ്യൻ പെയിന്റ്സ്, ICIC ബാങ്ക്, L&T, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇറ്റേണൽ, ONGC, അദാനി പോർട്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ഏതാനും ട്രേഡിംഗ് സെക്ഷന് കൊണ്ട് 4% നേട്ടം കൈവരിച്ച IT മേഖലയ്ക്ക് ഇന്ന് ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി ഇന്ന് IT, മീഡിയ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് 0.5% നഷ്ടവും ഇന്ന് നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ മെറ്റൽ, ഫാർമ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 2 പൈസയുടെ നേട്ടത്തോടുകൂടി ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി നമുക്ക് ഇത് നമ്മുടെ മാർക്കറ്റിനെ വലിയ നേട്ടത്തിലേക്ക് നയിക്കുവാനും തുടർന്ന് ആ നേട്ടങ്ങളൊക്കെ ചോർന്നു പോകുവാനുമായിട്ടുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ഒക്ടോബർ മാസത്തെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 0.25% കുത്തിനെ ഇടിഞ്ഞ് ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. ഇതിനെ തുടർന്ന് ഈ വരാൻ പോകുന്ന ഡിസംബർ മാസത്തെ RBI മോണിറ്ററി പോളിസിയിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളാണ് മാർക്കറ്റും നിക്ഷേപകരും ഇതിനെ തുടർന്ന് വെച്ച് പുലർത്തുകയുണ്ടായത്. സോ ഈ ഒരു ഘടകമാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാൻ ഏറ്റവും പ്രധാനമായും സഹായിക്കുകയുണ്ടായത്. തുടർന്ന് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു US ഗവൺമെന്റിന്റെ ഷട്ട് ഡൗൺ മാറുന്നു എന്നുള്ള കാര്യം. സോ ഇതിനെ തുടർന്ന് ഇന്നലെ US മാർക്കറ്റിൽ S&P 500 നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതും മാത്രമല്ല ഇന്ന് ഡോ ജോൺസ് ഫ്യൂച്ചർ നേട്ടത്തിൽ വ്യാപാരത്തിൽ തുടർന്നതും അതുകൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒട്ടുമിക്ക മാർക്കറ്റുകളും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഓവർ സപ്ലൈയെ തുടർന്നും ഡിമാൻഡിൽ വന്ന കുറവ് മൂലവും മാത്രമല്ല ഡിസംബറിലെ ഒപെക് പോളിസി മീറ്റിംഗിൽ വരുന്ന ഔട്ട്കമ്മിനെ കുറിച്ചുള്ള ആശങ്കയെ തുടർന്ന് ഇന്നലെ മുതൽ ക്രൂഡ് ഓയിലിന്റെയും ബ്രന്റ് ക്രൂഡിന്റെയും വിലയിലുണ്ടായ ഇടിവ് ഇന്നും തുടരുകയുണ്ടായി. നേരിയ തോതിലാണെങ്കിലും ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്ന് NDAക്ക് അനുകൂലമായി വന്ന എക്സിറ്റ് പോളും ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തുടർന്നും നേട്ടത്തിലേക്ക് നയിക്കുവാൻ കാരണമായി മാറുകയുണ്ടായി. കാരണം നിക്ഷേപകരുടെയും മാർക്കറ്റിന്റെയും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന്. ഇതിനെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്താൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി മാറുകയുണ്ടായി. ഈ പറഞ്ഞ 5 ഘടകങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഈ നേട്ടങ്ങളെയൊക്കെ ചോർന്നു പോകുവാൻ കാരണമായ മറ്റുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 ആഴ്ചകൾക്ക് ശേഷമാണ് നിഫ്റ്റി വീണ്ടും അതിന്റെ കീ ലെവലായ
26,000 എന്ന ലെവലിൽ എത്തിച്ചേരുകയുണ്ടായത്. ഈ ലെവൽ നിഫ്റ്റി ഇന്ന് മറികടന്ന ഉടനടി തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് അതിശക്തമാവുകയുണ്ടായി ഇന്ത്യൻ മാർക്കറ്റിൽ. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിക്കും അതിന്റെ ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുവാനും സാധിച്ചു. സോ ഈ ഒരു അവസരം നിക്ഷേപകരും മുതലെടുക്കുന്ന കാഴ്ചകൾ ദൃശ്യമായി. ഇതിനെ തുടർന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിൽ തുടർച്ചയായി സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. ക്യാഷ് മാർക്കറ്റിൽ ഏകദേശം 1750.03 കോടി രൂപയ്ക്ക്. ഇതിനെ തുടർന്ന് നിലവിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ നെറ്റ് സെല്ലിംഗ് 8300.76 കോടി രൂപയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല ഈ മാസത്തിൽ ആകെ 7-ാം തീയതി ഒഴികെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനുകളിലും അവർ സെല്ലിംഗ് ആണ് തുടരുകയുണ്ടായത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തളർത്തിയതിനെ തുടർന്ന് അത് നമ്മുടെ മാർക്കറ്റിനെയും ഇന്നും ദോഷമായിട്ട് ബാധിക്കുക തന്നെയുണ്ടായി. ഇനി പ്രധാനമായും അവസാനമായും നാളെയാണ് ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ഷന്റെ റിസൾട്ടുകൾ വരാൻ വേണ്ടി ഇരിക്കുന്നത്. നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ഏകദേശം ബാലറ്റ് വോട്ടുകളൊക്കെ എണ്ണി കഴിഞ്ഞേക്കാം. മാത്രമല്ല ഏകദേശം റിസൾട്ടിന്റെ ട്രെൻഡും മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ ഏകദേശ സൂചനകൾ ലഭിക്കും. നിലവിൽ NDAക്ക് തന്നെയാണ് എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷം പ്രവചിച്ചേക്കുന്നതെങ്കിലും മാത്രവുമല്ല മാർക്കറ്റും നിക്ഷേപകരും ഈ ഒരു റിസൾട്ട് തന്നെയാണ് വിശ്വസിച്ച് നിലകൊള്ളുന്നതും. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ വിപരീതമായ ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം അത് മാർക്കറ്റിനെ ഒരു ദിവസം കൊണ്ട് തന്നെ 5% മുതൽ 7% വരെ താഴേക്ക് തള്ളിയിട്ടേക്കാം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അവസാന ലോക്സഭ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു എക്സിറ്റ് പോൾ ഇന്ത്യക്ക് അനുകൂലമായി വന്നപ്പോൾ വോട്ട് കൗണ്ടിംഗ് ഡേയുടെ അന്ന് NDA പുറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയുണ്ടായി. NDA ഗവൺമെന്റിന്റെ തുടർച്ച സംശയവക്കിലെത്തിയതുകൊണ്ട് തന്നെ തലേദിവസം എക്സിറ്റ് പോൾ വന്നപ്പോൾ അതിശക്തമായി ഉയർന്ന മാർക്കറ്റ് വോട്ടിംഗ് ഡേയുടെ അന്ന് ശരിക്കും കൂപ്പുകുത്തുക തന്നെയുണ്ടായി. അതുകൊണ്ട് തന്നെ നാളെ ബീഹാറിലെ സ്റ്റേറ്റ് ഇലക്ഷൻസ് സെൻട്രൽ ഗവൺമെന്റിനെ വലിയ തോതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനാൽ തന്നെ ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുൻപേ മാർക്കറ്റും നിക്ഷേപകരും ജാഗ്രതയും പുലർത്തി. അതുകൊണ്ട് തന്നെ നാളത്തെ ഇലക്ഷൻ റിസൾട്ടിന് മുന്നോടിയായിട്ടുള്ള ജാഗ്രതയും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കുവാൻ ഏറിയ പങ്കും വഹിക്കുകയുണ്ടായി. ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ തീരുമാനത്തില് ആഭ്യന്തര വ്യവസായത്തിന് ആഘാതം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നലെ നവംബർ 12 മുതൽ സർക്കാർ പുറത്തുവിട്ട വിജ്ഞാപനമനുസരിച്ച് വിയറ്റ്നാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചില സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 5 വർഷത്തെ ആന്റി ഡംപിംഗ് തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചർ 96 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾ 0.5% നഷ്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് 0.5% നേട്ടത്തോടും കൂടിയും വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ തായ്ലാന്റ്, തായ്വാൻ മാർക്കറ്റുകൾ ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നിലവിൽ നേരിയ ഉയർച്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഗോൾഡിന്റെ വില വീണ്ടും അതിശക്തമായി ഉയർന്നുകൊണ്ട് 4238.38 ഡോളറിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. അർണോൾഡ് ഹോൾഡിംഗ്സ് നെറ്റ് പ്രോഫിറ്റിൽ 43.54% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസിലും 24.82% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. യുണീക് ഓർഗാനിക്സ് നെറ്റ് പ്രോഫിറ്റിൽ 41.47% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ സെയിൽസിൽ 46.15% ഇടിവും രേഖപ്പെടുത്തി. യാത്ര ഹോസ്പിറ്റൽസ് നെറ്റ് പ്രോഫിറ്റിൽ 33% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 28% വളർച്ച രേഖപ്പെടുത്തി. NBCC നെറ്റ് പ്രോഫിറ്റിൽ 26% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 19% വളർച്ചയും രേഖപ്പെടുത്തി. പാരാസ് ഡിഫൻസ് നെറ്റ് പ്രോഫിറ്റിൽ 49% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 21% വളർച്ചയും രേഖപ്പെടുത്തി. IPCA ലാബ്സ് നെറ്റ് പ്രോഫിറ്റിൽ 23% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 9% വളർച്ചയും രേഖപ്പെടുത്തി. ഗ്രാനുൾസ് നെറ്റ് പ്രോഫിറ്റിൽ 34% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 35% നേട്ടവും കൈവരിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.